രാമക്കൽമേട്ടിൽ തമിഴ്നാട് ബോർഡ് സ്ഥാപിച്ചതിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച കമ്പംമെട്ട് ചെക്ക് പോസ്റ്റ് ഉപരോധിക്കും. രാമക്കൽമേട്ടിലെ ടൂറിസത്തെ തകർക്കുവാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമാണ് തർക്കഭൂമിയിൽ ബോർഡ് സ്ഥാപിച്ചതിന് പിന്നിലെന്ന് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. ജില്ലാ നേതൃത്വം രാമക്കൽമേട്ടിൽ പ്രശ്നബാധിത പ്രദേശം സന്ദർശിച്ചു. വ്യാപാരി വ്യവസായി സമിതിയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉച്ചയോടുകൂടിയാണ് പ്രശ്നബാധിത മേഖലയിൽ സന്ദർശനം നടത്തിയത്. നാട്ടുകാരോടും വ്യാപാരികളോടും ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോടും അഭിപ്രായം സംഘം ആരാഞ്ഞു. മേഖലയിലെ ടൂറിസം പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് ബോർഡ് സ്ഥാപിച്ചതെന്ന് സമിതി ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. വിഷയത്തിൽ തിങ്കളാഴ്ച കമ്പംമെട്ട് ചെക്ക് പോസ്റ്റ് ഉപരോധിക്കുമെന്നും ജില്ലാ പ്രസിഡന്റ് സാജൻ കുന്നേൽ പറഞ്ഞു. തമിഴ്നാട് ഫോറസ്റ്റുകാര് കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്കഭൂമിയിൽ പ്രവേശനം നിരോധിച്ചുകൊണ്ടുള്ള ബോർഡ് വെച്ചിരിക്കുന്നതിനെ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ശക്തമായിട്ട് ആ നടപടിയിൽ പ്രതിഷേധിക്കുകയാണ്. ഇത് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പുനഃപരിശോധിച്ച് പൂർവ്വസ്ഥിതി ഇവിടെ ക്രമീകരിക്കുന്നില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് വ്യാപാരി വ്യവസായി സമിതി മുന്നോട്ട് പോകും. ഈ നടപടിക്കെതിരെ തിങ്കളാഴ്ച 11 മണിക്ക് കമ്പംമെട്ടിൽ ഒരു ഉപരോധ സമരം ഏർപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ സമസ്ത മേഖലയിലുള്ള ജനവിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് വ്യാപാരി വ്യവസായി സമിതി തുടക്കം കുറിക്കുകയാണ്. ഇത് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ എല്ലാം ടൂറിസ്റ്റ് സെന്ററിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കേരള വനം വകുപ്പും അതിന് ചുക്കാൻ പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കേരള വനം വകുപ്പിനെതിരെയും ഇപ്പോൾ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്ന തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെതിരെയും ഇവിടുത്തെ ജനവിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് വ്യാപാരി വ്യവസായി സമിതി അതിന് മുന്നോട്ട് പോകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതേസമയം സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുവാനാണ് നാട്ടുകാരും ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.